എടാ പവിത്ര കൊളക്കോയി എടാ കൊളക്കോയി പവിത്ര എടാ ഞാനാണ് കോട്ടീസുര. പെണ്ണുങ്ങളമാര് രാത്രി കുത്തിരിക്കാണ്ട് ആണുങ്ങളമാര് പുറത്തേക്ക് ഇറങ്ങടാ ധൈര്യം ഉണ്ടേല്. കോട്ടീൻ്റെ അടുത്ത് അവൻ്റെ കളി ശരിയായി കൊടുക്കാൻ. അവനാണ് ഇറങ്ങുന്നില്ല, എനിക്കാണ് അയച്ചില്ല. ആ സാറേ ഞാൻ ക്വാറന്റൈനിലിരിക്കുകയാണേ. ആ സാറേ ഇപ്പോഴേ ഏതൊക്കെയോ സാമൂതിരികൾ വീടിന് കല്ല് തെറിയുണ്ട്. ആരാണോ? ആടാ നോക്കട്ടെ. അല്ല സാറേ നോക്കട്ടെ. കോട്ടിയാ? അല്ല ഞാനാടാ സുര. സാറേ അതെ മാവിൻ്റെ പോലത്തെ മാങ്ങ വേണം, അല്ലാണ്ട് ആളെ കല്ലെറുന്നതല്ല. സോറി സാറേ. ആയിക്കോട്ടെ സാർ. താങ്ക് യു സാർ. ഓക്കെ. ഞാൻ അങ്ങോട്ട് വരണ ഇങ്ങോട്ട് വരുമോ? എന്തേ സുഖല്ലേന്ന്? സുഖല്ലേക്കാനെ വീടിന് കല്ലെടുത്തെറിഞ്ഞ്? അല്ല പുറത്തേക്ക് ആരും കണ്ടില്ല, അതിനോണ്ട് എറിഞ്ഞ്. പുറത്തേക്ക് ആളെ കണ്ടില്ലേ? കോളിംഗ് ബെല്ല് അടിക്കണ്ടോ? അതിന്റെ മോള് കോളിംഗ് ബെല്ല് ഇല്ലല്ലോ. എന്താ ഒരു കള്ളത്തരം? എന്താടാ കൊണ്ടുവന്നില്ലേ? എന്ത് കുപ്പി കൊണ്ടുവരിക? ഇവിടെ ആള് പുറത്തിറങ്ങാൻ പറ്റാണ് കഷ്ടപ്പെടുക. കുപ്പി എന്നോട് പുറത്തിറങ്ങണ്ടെന്ന് ആരാ പറഞ്ഞേ? ഗവൺമെന്റ് പറഞ്ഞില്ലേ? ഗവൺമെന്റ് അങ്ങനെ പലതും പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങണ്ടല്ലോ, ഞാൻ പുറയിലേ പോവില്ല. ഞാൻ ക്വാറന്റൈനിലാണോ? അത് ഞാൻ കണ്ടാടെ ബോർഡ് വെച്ച്. എന്താ 10 രൂപ കയ്യിൽ വന്നപ്പോ ക്വാറന്റി, വാറണ്ടി, ഗ്യാരണ്ടി. ഈ ഉപ്പിരുത്ത് പാടോ? എടാ ഒരു സാധനം അവിടുന്ന് കൊണ്ടുവരാൻ പറ്റില്ല, അതാർക്കറിയില്ല. തുറക്കടോ. എടാ കോട്ടിയെ, ഈ നാട്ടിലൊന്നല്ലേ ഈ കൊറോണ ഒന്നും ഈ കേട്ടില്ലേ? ഇതൊക്കെ അന്ധവിശ്വാസാണോ? എന്ത് കൊറോണയോ? ആ മോനെ ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാ. കൊറോണയോ? കൊറോണയല്ലടോ, ഇത് പിടിപെട്ടിട്ട് ജനങ്ങൾ നരയിക്കുന്ന ഗൾഫ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മരുന്ന് കണ്ടുപിടിക്കില്ല അറിയുമ്പോഴേ. മരുന്നൊക്കെ ഉണ്ടോ? മരുന്നോ? കൊറോണ വരുന്നുണ്ട് എത്രയോ കാലം മുന്നേ ഇതിന് മരുന്നുണ്ട്. എടാ ഈ കൊറോണ വരാതൊക്കെ ഇവർ പറയുന്നത് എന്താ? മറ്റേ സാൻഡ് പേപ്പർ കയ്യിൻ്റെ മുകളിൽ ആക്കണം എന്നല്ലേ? സാനിറ്റൈസർ. അതന്നെ. ഈ സാധനത്തിൽ എന്താ ഉള്ളത്? ആൽക്കഹോള്. നമ്മൾ കുടിക്കുന്ന മദ്യത്തിൽ എന്താ ഉള്ളത്? ആൽക്കഹോള്. കൊറോണ എവിടെയാ വരുന്നത്? തൊണ്ടയ്ക്കല്ലേ? നിങ്ങൾ മദ്യം കുടിക്കുമ്പോൾ ഇതിനെ കില്ല് ചെയ്തിട്ടാ പോകുന്നത്. പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ? ആപ്പൊന്നുമില്ലാണ്ട് മദ്യം കിട്ടുമല്ലോ. ആപ്പും കോപ്പൊന്നും വേണ്ട, ആ കാപ്പിനെ വിളിച്ചാൽ മതി. ഏത് കാപ്പി? നമ്മളെ കാപ്പി വിജുല്ലേ? ഇത് മറ്റേ ഡോക്ടറെ പോലെ? ആ ഓനിപ്പോ ബ്ലാക്കിന്റെ പരിപാടിയാ. ഡോക്ടർ കാർഡും തിരക്കുവാനാ. ആണോ? ആ പൈസ കുറച്ച് അധികം കിട്ടും. പൈസന്റെ പുറത്താണ് ഈ തൊടിയെന്ന് പറയരുത്. വിളിക്കട്ടെ? വിളിക്ക്. എപ്പോ വിളിച്ചെന്ന് വെച്ചാൽ മതി. എന്താ ഒരു ഐശ്വര്യം. 2-3 മാസമായി മോനെ കയ്യും കാലൊക്കെ ഒന്ന് അടങ്ങിയിട്ട്. അല്ലടോ ഇത് കിട്ടായിട്ട് വിറച്ചിട്ട് ഏതെങ്കിലൊക്കെ ഞാൻ ഒപ്പിക്കൊരു വീട്ടിലൊക്കെ ലോക്കലായിട്ട്. എപ്പം അതിന് പീടി ഇറന്നുണ്ടല്ലോ, പോയി വാങ്ങിക്കൂടെ? പീടിയെന്ന് വെച്ചാൽ അവിടെ പോയി തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടൂല്ലോ. പൈസ എടുക്കണ്ടേ? പണി വേണ്ടേ? അല്ല പണ്ടി എന്ത് പണിക്കുമോ? ഞാനല്ല, അമ്മയ്ക്ക് തൊഴിലുറപ്പിൻ്റെ പണിയില്ലല്ലോ ഇപ്പോൾ. എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിട്ട് മുപ്പത്തി പണിക്കോ അതൊക്കെ. എന്നാ ഒഴിക്കല്ലേ? അതെന്തേ? കൈയണിക്ക്. പുണ്യാഹുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ വെറും അന്ധവിശ്വാസം. നമ്മളിപ്പം മറ്റേ ഇതിലല്ലേ? എന്ത് സാമൂഹ്യ പാഠത്തിലല്ലേ ഇപ്പം നിൽക്കണേ? സാമൂഹ്യ പാഠം അല്ല, അകലുണ്ടല്ലോ. സാമൂഹ്യ അകലടോ ആണോന്ന് ചോദിച്ചാ? അതാണ്. അല്ലടോ, എൻ്റെ പഴയ അൽമുസോറിയൊക്കെ ഉണ്ടല്ലേ, നെറ്റിക്ക് നല്ല കുത്തിട്ടിണ്ടല്ലോ. ഇത് മാസ്ക് ആണല്ലോ. മാസ്ക് എത്തിയുമല്ലോ. അമ്പോ ഭയങ്കര സ്ട്രോങ് അല്ലേ? പിടിച്ചാ കഴിഞ്ഞ്. കൊറോണ അല്ലേ? കൊറോണ ഇല്ല, പോലീസ്. എമ്മാതിരി അടിയാറില്ല അത്തിയോണ്ട്. ഈ മാസ്ക് ഇടുന്ന പോലീസിന് വേണ്ടിയില്ല, കൊറോണയ്ക്ക് വേണ്ടിയിട്ടോ? ഞാൻ പോലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ കൊറോണ കൂടെ എന്താ ചെയ്യുന്നത്? കൊറോണയ്ക്ക് ഇത് അല്ല സാറ്, ഇതെന്താ സാറ്? എൻ്റെ ക്ലാസ് മാറിപ്പോയത്. ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ? ഇപ്പം അനക്കൊരു പാത്രത്തിൽ അച്ചാറ്, എനിക്ക് വേറെ അച്ചാറ്, 2 ഗ്ലാസ്. എങ്ങനെ കഴിഞ്ഞ നമ്മളൊക്കെ? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഗൾഫിൽ നിന്ന് പേരുണ്ട് നിങ്ങോട്ട് പിടിച്ചു പറഞ്ഞെന്ന് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യ പോയി, മക്കൾ പോയി, ഒക്കെ പോട്ടെ, എൻ്റെ അമ്മ വരെ പോയോ, ഇവിടുന്ന് അനട്ടിച്ച് പോയോ? ഇത്രയും ദിവസം കൂടെ ഒറ്റയ്ക്ക് കഴിഞ്ഞ് ആരെങ്കിലും തിരിഞ്ഞു വെക്കും ഇങ്ങോട്ട്? ഈ വീട് എൻ്റെ ഈ പുരേൻ്റെ മുന്നിൽ കൂടി ഈ കുട്ടികൾ പോകുമ്പോഴല്ല കൊറോണ എന്ന് പറഞ്ഞ് പായല ഇവിടുന്ന്. എന്നിട്ട് അവസാനം ആരെ ഉണ്ടായത്? ഈ കോട്ടീശ്വരം മാത്രം. എടാ കമ്പനിക്കാരൊന്നും കമ്പനിക്കാർ, അതുതാ ഈ കമ്പനിക്കാർ. അതിന് ടാറ്റ ആയാലും ബെർല ആയാലും കണക്കാം.
അന്ന പ്രശ്നം എന്താ? ഗ്ലാസ് അല്ലേ? ആ ഗ്ലാസ് അല്ലേ? വെരി ഗുഡ്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ അടിക്കുള്ളൂ. അത്രേ ഉള്ളൂ. എന്ത് അച്ചാർ എടുത്തു. അച്ചാറ് തന്റെ കണ്ണ് വെച്ചാള് എറിയടാ എറി. പോട്ടെ, വേണ്ട, കഴിഞ്ഞില്ലേ? ഒരച്ചാറ് ഒരു ഗ്ലാസ്. ആ എടാ ഇപ്പോഴാണ് ഈ ശരിക്കും കുഴപ്പമായത്. കൊടുകൈ ഞാൻ പോട്ടെ. തന്റെ വീടാണ്. നിന്റെ വീടാണ്, നിന്നെ നോക്കിച്ചിരിക്കുന്നു കുഞ്ഞേ, എന്തിനീ അകലം? ഈ വീട് എൻ വീട്, എൻ വീട് നിൻ വീട്, നിൻ വീട്ടിലരിയുണ്ട്, ഹരി തിന്നനലിയുണ്ട്, എലിയെ പിടിക്കുവാൻ കൂടുമുണ്ട്. ജീവന്റെ പാതിയായി കൂടെ നടന്നൊരു ഭാര്യയും മക്കളും ഇട്ടിച്ചു പോയി. കൂടെ എന്നെ പ്രസവിച്ചൊരമ്മയും പോയി, അത്തളയും പോയി. ചേലക്കാണ്ട പോകാൻ പറ്റണം. പിന്നെ കുഞ്ഞേ, എന്തിനീ അകലം? എന്തിനീ? ഇതൊക്കെ വെറും അന്ധവിശ്വാസം. ഹലോ മിസ്റ്റർ പൈത്രൻ. ഹലോ പൈത്രൻ, ഞാൻ ആരോഗ്യവകുപ്പ് വന്നാണ്. ഞാനേ ആരോഗ്യവകുപ്പ് വന്നാണ്. നിങ്ങളുടെ ക്വാറന്റൈൻ ഇന്ന് കഴിയാണ്. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാം നെഗറ്റീവാണ്, വളരെ ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ പുറത്തിറങ്ങാം. നാളെ മുതൽ പുറത്തിറങ്ങാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് ഒക്കെ നെഗറ്റീവാണ്, വെരി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷെ വേറൊരു കാര്യം, പുറത്തിറങ്ങി നടക്കുമ്പോൾ മാസ്ക് ധരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചെയ്യണം. ഓക്കെ, ഹാപ്പി അല്ലേ? താങ്ക് യു വെരി മച്ച്. ഒന്നും വേണ്ട. പൈത്രൻ, വേറൊരു കാര്യം, ഞങ്ങളുടെ ഈ സമ്പർക്കത്തിലൂടെ രോഗം വന്നൊരു പേഷ്യന്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിന് പല എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു സെൻസ് വേണ്ട മനുഷ്യനെ കഴിഞ്ഞ്. അതാണ്. അപ്പോൾ അത് ഈ ഏരിയക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്താ ചെയ്യൽ? ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ എന്ത് കഷ്ടം. നാലുകണ്ടത്തിൽ കൃഷ്ണൻ. 4 1 2 3 4 നാലുകണ്ടത്തിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ മകനാണ് സുര പിയോ പെരുമണ്ണ. അത് ഈ ഏരിയ ആണ്. ഹലോ, ആ സാർ, ഞാനാണ്. അതെ, നമ്മുടെ കിട്ടാതെ പോയ രോഗിയില്ലേ സുരൻ, അയാൾ ഇവിടെ ഉണ്ട്. ഞാൻ അഡ്രസ് പറഞ്ഞുതരാം, പെട്ടെന്ന് തന്നെ വണ്ടി അയക്കണേ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു താങ്ക് യു. അല്ല സാറേ, ഇവരെപ്പോ കൊണ്ടുപോകും? പിന്നെ കൊണ്ടുപോകണ്ട, വണ്ടി പോരും. രക്ഷപ്പെട്ട എങ്ങനെയാ കൊണ്ടുപോയിക്കോളിത്? സാറേ, എനിക്ക് നാളെ പുറത്തിറങ്ങിക്കൂടെ? എങ്ങോട്ട്? 28 ദിവസം ക്വാറന്റൈനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഒരാൾ വരികയോ ചെയ്താ അടിച്ച് കൈ കാല് ഞാൻ മുറിക്കും. ആ ചേലക്കാണ്ട പോകാൻ പറ്റണം. ഇതൊക്കെ വെറും അന്ധവിശ്വാസം. കുഞ്ഞേ, എന്തിനീ അകലം?